ഞാന് എന്റെ പിന്നെ വിളിച്ചത് അനക്കിപ്പോ എന്താ പണി? പണിന്ന് വെച്ചാ പണി ആയിട്ടില്ല. പനി വരും അപ്പൊക്കെ പണി ഉണ്ടെന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പൊ പണിയൊന്നും ഇല്ലട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ ആ മരം കാണാനുള്ള ആ മരത്തിന്റെ മുകളിൽ കയറണം. നിങ്ങൾ എന്താ ഇന്നെ കളിയാക്കണ? വെച്ചാത്ത ഞാനാ മരത്തിമ്മ കയറല്ലേ? എന്റെ അമ്മയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ഓതിക്കരേക്കും. ഇന്നെ വിളിച്ചു കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു വല്ല ചായയും കടിയൊക്കെ തരാനാ വിചാരിച്ചു. നോക്കുമ്പോണ്ട് മരത്തിമ്മ കയറണാണ്. അതും ആ വലിയ മരത്തിമ്മ ഞാൻ കേറിയിട്ട് ഞാൻ വീണിട്ടുണ്ടെങ്കിൽ എന്റെ ഇമ്മ ഇത് കേക്കാത്ത നന്നായി. വല്ലാത്ത സാധനം തന്നെ കേട്ടാ. ഇജ്ജ് കേരള കുഞ്ഞാപ്പോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. നിങ്ങൾ വെറുതെ വിലക്കൊന്നും പറയണ്ട. എന്നാലും നിങ്ങൾ ഞാൻ മരത്തിമ്മ കയറാൻ പറഞ്ഞില്ലേ? എന്താ എന്റെ അമ്മ അറിഞ്ഞില്ലെങ്കിലേ എന്താ ഞാൻ വെറുതെ കിടക്കാച്ചിട്ടാ നിങ്ങള് മരത്തിമ്മ കയറാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ പോവാണ്. നല്ല കാര്യവും പറയാൻ പറ്റില്ല, ചീത്ത കാര്യം പറയാൻ പറ്റില്ല. പോവല്ലേ? കുഞ്ഞിനേട്ട കളിയാക്കി. ഇനി ശാന്തേച്ചിക്ക് വിളിച്ചു ഇന്നെ കളിയാക്കാനാവൂ. ഭാര്യയും ഭർത്താവും കൂടി കളിയാക്കാനാവും. അല്ലെങ്കിൽ ഇപ്പൊ വിളിക്കേണ്ട ആവശ്യം എന്താ? അല്ലടോ ഞാപ്പോ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചാണ്. ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പാവാണ് ശാന്തേച്ചി. കുഞ്ഞിനേട്ടനും പാവാണ്. ഇനി തമാസൊക്കെ പറയല്ല, നമ്മള് കാര്യാക്കാൻ പാടില്ല. ഒരിക്കലും പാടില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് വിഷമാവുന്നറിയോ? അപ്പൊ ഞാൻ ചായ കുടിക്കാനാ നല്ലത്. ഇനി ഓരോ വിഷമം നമ്മള് ഏൽക്കാൻ പാടില്ലല്ലോ. അല്ലാണ്ട് ശിക്ഷ ഇട്ടൂലേ? ഓരോ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷമിപ്പിക്കൂല. ഓരോ സന്തോഷത്തിന് വേണ്ടി ഞാൻ പോയി ചായ കുടിക്കട്ടെ. ഇപ്പൊ പഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഓരോരോ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞാപ്പോ ചായ കുടിച്ച് പോയി. ചായ വേണ്ടായിരുന്നില്ല. ചായയില് വെള്ളം മാത്രമുള്ളൂ, കടിയില്ലേ? കടി ഉണ്ടില്ലേ? ഞാൻ വെള്ളം മാത്രം ഇത് കുടിക്കാച്ചിട്ടേന്ന്. ചായ വെള്ളം കടിയൊക്കെ ഉണ്ടില്ലേ? ഞാൻ കുടിച്ചോളട്ടാ. നിങ്ങൾക്കൊന്നും തോന്നണ്ടട്ടാ, ഞാൻ അപ്പൊ പറഞ്ഞതിട്ടാ. ഞാൻ കുടിക്കാൻ പോവാണ്. 2 ഗ്ലാസ് ഇട്ടാ 1 ഗ്ലാസ് നിങ്ങൾക്കാവൂലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇനി എപ്പോഴും ഉണ്ടാക്കാലോ. നിങ്ങളെ പെരയല്ലേ ഇത്, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ചായ ഉണ്ടാക്കാലോ. ഈ 2 ഗ്ലാസ് ഞാൻ തന്നെ കുടിച്ചോളാ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാക്കും വിഷമാവും. ഒന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ സാന്റേത്തി അറിയൂ ഓണി കുഞ്ഞിനേട്ട ഗ്ലാസ്സാ കുടിച്ചത്, മറ്റേത് കുടിച്ചില്ലല്ലോന്ന്. അപ്പൊ 2 കുടിച്ചാല് നിങ്ങൾക്ക് സന്തോഷമാവും. അപ്പൊ ഞാൻ 2 കുടിച്ചോളാം കേട്ടാ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ 2 കുടിക്കും. ഈ വായക്കും തിന്നും, ഈ എന്താണ് പൊരിയോ അതും തിന്നോണ്ട് കേട്ടാ. എന്നാ ഞാൻ ചായ കുടിക്കട്ടെ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോണ്ട്. തിന്നെ കൊണ്ടാണത്. സന്തോഷം. എന്ത് സന്തോഷം? ഇക്കള്ള സന്തോഷം നിങ്ങൾക്കല്ലല്ലോ. ഞാനത് തിന്നു. അപ്പൊ ഇക്കല്ല സന്തോഷം കിട്ടേണ്ടത്. എന്താ നിങ്ങക്ക് ഞാൻ പോയി കളി കൊതി ഇടാൻ വേണ്ടിട്ട് ഞാൻ പോയി കളി. എന്താ പരിപാടി? ഞാൻ സാധനം കൊടുക്കുക, എന്നിട്ട് ഓനോട് പറയാ നീ കൊതികൂടാൻ വന്നാണോ? ഇങ്ങനെ നിക്കല്ലേ, എനിക്ക് ഇത് തിന്നാൻ പറ്റൂല. നിങ്ങളെ അവിടെ പോയി തിന്നാണ്. എന്നോട് അല്ലെങ്കിൽ എല്ലാരും പറയും ഞാൻ തിന്ന് നോക്കിയില്ലെങ്കിൽ കൊതി കൂടിന്റെ വയറൊക്കെ വീർക്കുന്നു. ഉമ്മന്നെ പറയാ. നിങ്ങൾ നോക്കട്ടാ. വായക്കുന്നില്ല, അങ്ങനെ വേണ്ട. ഈ വില വലിയ തിന്നാ വയറ് വീർക്കും. ആർക്കാണ് തിന്നോന്? എന്നാലേ ഞാൻ പോവാണ്. പാത്രം ഇവിടെ നോട്ടട്ടാ. ഞാൻ പോവാണ്. ഞാൻ പിന്നെ വരണ്ടിട്ടാ. ഇടക്കൊക്കെ വരണ്ട്. നിങ്ങൾ സന്തോഷാവുമല്ലോ ചായ കുടിച്ചാല്. ഇടക്കൊക്കെ വരണ്ടിട്ടാ. ഒരിക്കലും മറക്കൂല നിങ്ങളെ. പാത്രം കൂടി തിന്നാത്ത ഭാഗ്യം
ആ കുട്ടിയുടെ വയറ്റിൽ എന്താണ് കൊക്കപ്പുഴുണ്ടാ? അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാനൊരു തമാശ പറഞ്ഞതാണോ.